നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി ഗോപകുമാർ ചരിത്ര വിജയം കുറിച്ചു. LDFിന്റെ ഉറച്ചകോട്ടയായ ചാത്തന്നൂരിൽ CPI സ്ഥാനാർത്ഥി R രാജേന്ദ്രനെ അട്ടിമറിച്ചാണ് ഗോപകുമാർ കേരള നിയമസഭയിലേക്ക് താമര ചിഹ്നത്തിൽ വിജയിച്ചെത്തുന്നത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ 4002 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP അവിശ്വസനീയമായ നേട്ടം സ്വന്തമാക്കിയത്. രാജഗോപാലിനു ശേഷം നിയമസഭയിൽ BJPയുടെ കരുത്തൊരു സാന്നിധ്യമായി ബി ഗോപകുമാർ മാറുമ്പോൾ അത് കൊല്ലം ജില്ലയിലെ BJP രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുകയാണ്. രാജഗോപാലിന് ശേഷം MLA ആകുന്ന കേരളത്തിലെ BJP നേതാവാണ് ഗോപകുമാർ. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ചാത്തന്നൂരിൽ BJP വ്യക്തമായ ആധിപത്യം പുലർത്തിയിരുന്നു. ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ ഗോപകുമാർ ഇത്തവണ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വോട്ടർമാരുടെ മനസ്സ് കീഴടക്കിയായിരുന്നു. CPI സ്ഥാനാർത്ഥി R രാജേന്ദ്രന് വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടത്തിലും ഗോപകുമാർ കടുത്ത വെല്ലുവിളിയായി. UDF സ്ഥാനാർത്ഥി സൂരജ് രവി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. BJPയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വൻ വർധനവ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. കൊല്ലം ജില്ലയിൽ BJP വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയ സീറ്റുകളിലൊന്നാണ് ചാത്തന്നൂർ. എന്നാൽ എക്സിറ്റ് പോളിൽ സീറ്റിനെ പറയാതിരുന്നത് പാർട്ടിയുടെ ഉറക്കം കെടുത്തിയിരുന്നു. 2 തവണ 2ാം സ്ഥാനത്തെത്തിയ ചാത്തന്നൂരിൽ ഇക്കുറി വിജയം ഉറപ്പാണെന്നായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ അവകാശവാദം. 2016ലും 2021ലും CPIയിലെ GS ജയലാലാണ് മണ്ഡലത്തിൽ ജയിച്ചത്. ഭരണവിരുദ്ധ വികാരവും പ്രാദേശികമായ വികസന മുരടിപ്പും BJPക്ക് അനുകൂലമായ തരംഗമായി മാറി. മുൻപ് 2 തവണ പരാജയപ്പെട്ടിട്ടും മണ്ഡലത്തിൽ സജീവമായി നിന്ന ഗോപകുമാറിനോടുള്ള ജനങ്ങളുടെ താല്പര്യമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം. ചാത്തന്നൂരിലെ കശുവണ്ടി തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും വോട്ടുകൾ വൻതോതിൽ BJPയിലേക്ക് ഒഴുകിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൊല്ലം ജില്ലയിലെ ആദ്യമായി താമര വിരിഞ്ഞതോടെ BJP ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് പ്രകടമാകുന്നത്. ബി ഗോപകുമാർ മണ്ഡലത്തിൽ നടത്തിയ നിശബ്ദ വിപ്ലവമാണ് ഇപ്പോൾ ഫലമായി പുറത്തുവരുന്നത്. ഈ വിജയം BJPക്ക് കേരളത്തിൽ പുതിയൊരു ഊർജ്ജം നൽകും. നിയമത്തിന് ശേഷം നിയമസഭയിൽ മറ്റൊരു BJP പ്രതിനിധി കൂടി എത്തുമ്പോൾ അത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ വലിയ മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. പരാജയപ്പെട്ട LDF കേന്ദ്രങ്ങൾ കനത്ത ഞെട്ടലിലാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നതോടെ വിജയത്തിന്റെ ആഴം വ്യക്തമാകും. ചാത്തന്നൂരിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ബി ഗോപകുമാർ മണ്ഡലത്തിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. നിയമത്തും BJP മുന്നിലായതിനാൽ നിയമസഭയിൽ താമരയുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. BJPയുടെ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ സംഘാടകരിൽ ഒരാളാണ് ബി ഗോപകുമാർ. നിലവിൽ BJP കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹം പാർട്ടിക്ക് ജില്ലയിൽ വേരോട്ടമുണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്ന ഗോപകുമാർ ABVPയുടെയും യുവമോർച്ചയുടെയും വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ മുൻപും മത്സരിച്ച അദ്ദേഹം ഓരോ തവണയും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് പാർട്ടിയെ 2ാം സ്ഥാനത്ത് എത്തിച്ചിരുന്നു. കശുവണ്ടി മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന ഗോപകുമാർ കൊല്ലത്തെ സാധാരണക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അദ്ദേഹം മികച്ചൊരു പ്രാസംഗികൻ കൂടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും അധികം വോട്ട് നേടിയ BJP സ്ഥാനാർത്ഥിയായിരുന്ന ഗോപകുമാർ ഇത്തവണ ആ മുന്നേറ്റം വിജയമാക്കി മാറ്റുകയായിരുന്നു. ലളിതമായ ജീവിതശൈലിയും ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളും അദ്ദേഹത്തെ ചാത്തന്നൂരിലെ വോട്ടർമാരുടെ പ്രിയങ്കരനാക്കി മാറ്റുകയായിരുന്നു. അതേസമയം കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത UDF സുനാമി ആഞ്ഞടിക്കുകയായിരുന്നുവെന്ന് പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF 102 സീറ്റുകളിൽ ലീഡ് ചെയ്ത് വൻ കുതിപ്പ് നടത്തി. ഇരട്ടച്ചങ്കൻ എന്ന വിശേഷണമായി ഭരണ തുടർച്ച സ്വപ്നം കണ്ടിറങ്ങിയ LDF വെറും 36 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. മന്ത്രിമാർ കൂട്ടത്തോടെ തോൽവി രുചിച്ചു. ഇടതുമുന്നണിയെ പാർട്ടി തിരുത്തുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്.